2017 നമ്മൾ ധ്യാന കേന്ദ്രത്തിന് അവിടെ തിരുവനന്തപുരത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അതിന് കല്ലിട്ടു. 2018 എൻ്റെ പണിയൊക്കെ തീർന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ദൈവമേ ഇത് നടക്കുന്നില്ലല്ലോ. ഏതാ ഈ ബൈബിൾ ഗ്രാമം? അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. 2017 നമ്മളവിടെ വന്ന് ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്തിൽ മറ്റൊരു മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്തു. ഒരു മനുഷ്യനെ കർത്താവിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്തിട്ട് അദ്ദേഹം അവിടെ വന്ന് 4-5 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് മനോഹരമായ ഒരു ബൈബിൾ മ്യൂസിയം ഉണ്ടാക്കി. കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാഗമ കൂടാരം കാണണോ? ഡാനിയേൽ അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിൽ വന്ന് വചനം കേൾക്കുക, 10 മിനിറ്റ് നടന്നുപോയി ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവുക. കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നില്ലേ? എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല.